ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ചെമ്മീനും പച്ചക്കായും വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടും നമ്മൾക്ക് ഈ കറി റെഡിയാക്കി എടുക്കാം. നിങ്ങൾ ഇതുവരെ ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് ചെമ്മീനും പച്ചക്കായും വെച്ചിട്ടുള്ള ഈ ഒരു നാടൻ കൂട്ടാൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത ശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. കായയുടെ കറ പോകുന്നതിനാണ് നമ്മളിങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. അടുത്തതായി 25 ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം 2 വലിയ കഷ്ണം ഇഞ്ചി, 1 വെളുത്തുള്ളി, 10-12 എരിവുള്ള പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന എരിവുള്ള പച്ചമുളകാണെങ്കിൽ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അടുത്തതായി നമ്മളിവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കായ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉള്ളിയും ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിയിൽ നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കണില്ല, ഈ ഒരു തക്കാളി മാത്രമേ ചേർക്കണുള്ളൂ. 2 തണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം ചേർത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചെമ്മീൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് നാളികേരം, 2-3 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് വെള്ളം, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീനും കായൊക്കെ നന്നായി വെന്ത് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അരപ്പ് ചേർത്ത ശേഷം ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കണ്ട. നാളികേരത്തിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതുപോലെ കുറുകിയ ചാറോട് കൂടിയാണ് നമുക്ക് ഈ കറി കിട്ടേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി ഉള്ളി താളിച്ചെടുക്കണം. അതിനുവേണ്ടി ചൂടായിട്ടുള്ളൊരു കടായിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 5 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് വേപ്പിലയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി താളിച്ചത് കറിയിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീനും കായും വെച്ചുള്ള നാടൻ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയായിരിക്കും ഈ കറി ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.